ഇതാണ് എൻ്റെ ഭാര്യേൻ്റെ വീട്. നല്ല ലക്ഷറി വീട്. നീ ഇറങ്ങ് വാ. നീ വണ്ടിയിലെ ചാവി എടുത്താ? നിനക്കടുത്ത് എന്ത് കുഴപ്പം? ഇവനെ കൊണ്ട് തോറ്റ്. ആദ്യം കൂളിംഗ് ഗ്ലാസ് അയച്ചിട്ട് കയറ്. വീട്ടിൻ്റെ അകത്താണ് കയറുന്നത്. ഓ സോറി, സ്റ്റൈലായോണ്ട് മറന്നുപോയി. കിടന്നുറങ്ങണം മുതല്. നീ കേറ, അവളവിടെയാണ്. നീ ഇവിടെ ഇരിക്ക, പെട്ടെന്ന് വാ ഇങ്ങോട്ട്. എടി നീ നേരത്തെ ഇറങ്ങിക്കണ്ടേ? ഇനി എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മേനെ ഇത്തിരി സോപ്പിടണം കേട്ടാ. ചേച്ചി രക്ഷപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവൻ രക്ഷപ്പെടൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കുഴപ്പമില്ല എടാ, നീ പേടിക്കണ്ട, ഞാൻ സോപ്പിട്ടോളാം. അവർ സോപ്പിടണം. എൻ്റെ അമ്മയച്ഛനെ എന്നെ അടിക്കുമല്ലോ എന്ന് നല്ല ഡൗട്ടുണ്ട്. അതെന്ത്? എടി ഞാൻ വീട്ടിൽ നിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അമ്മ പറയണേ നിൻ്റെ ജീവിതത്തിന് ഞാൻ തൊലയ്ക്കണേന്ന്. അത് പറഞ്ഞതിനും കാര്യമുണ്ട്. ഞാൻ എന്തോരോ തെറ്റുകൊണ്ടല്ലേ എസ് പറഞ്ഞു പോയാ. എൻ്റെ വായിന്ന് അറിയാതെ വീണ് പോയതാണ്. ഞാൻ അല്ലെങ്കിൽ വല്ലവൻ്റെ കൂടെ നന്നായിട്ട് കെട്ടി ജീവിക്കേണ്ട. അല്ലെങ്കിൽ നീ ഇപ്പം ഇറങ്ങി വന്നേ എന്തിന്? അത് പോട്ടെ, ഇറങ്ങി വന്നു പോയി. നിങ്ങൾ വേടാ രജിസ്റ്റർ മാരേജിൻ്റെ അവിടെ പറഞ്ഞാ? ഓ പറഞ്ഞു. ഇപ്പോൾ അവിടെ ഒപ്പിട്ടിട്ട് പെട്ടെന്ന് ഇപ്പോൾ പോകണം അങ്ങോട്ട് വീട്ടിലോട്ട്. പോവാം. എടാ നീ വല്ല കഴിച്ചായിരുന്നാ? ചേച്ചി ഞാൻ കഴിച്ചു ചേച്ചി. ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഹോട്ടലിൽ കയറി കഴിച്ചു. എടി നന്നായിട്ട് കാല് പിടിക്കണേ. എടാ ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാമേ. പെട്ടെന്ന് വാ. ഈ ചെറുക്ക എവിടെ പോയി കിടക്കണേ? നിങ്ങൾ കൂടുതൽ എക്സ്പ്രഷൻ ഒന്നും നിങ്ങൾ ഇതേ പരിപാടിയല്ലേ കാണിച്ചത്? നാണം കെടുത്തില്ല, ചെറുക്കം നിൽക്കുക. എന്തായാലും വന്നില്ലേ, നമുക്ക് അവനൊരു ഉഗ്ര പണി കൊടുക്കാം. ആദ്യം ആ പെണ്ണിനെ നമുക്ക് ഐശ്വര്യം വിളിച്ചേട്ടെ. നിങ്ങളെ വരി. അമ്മ, ഇവൾ ആരോരുമില്ലാത്തൊരു പെൺകുട്ടിയാണ്. അവൾക്ക് നിങ്ങൾ ഇതുവരെ എന്നെ കണ്ടിട്ടില്ല. എനിക്ക് 30 വയസ്സായി. എനിക്ക് ഇപ്പോഴും കല്യാണം കഴിക്കണം നിങ്ങൾക്ക് ഉത്തരവാദിത്തം പോലും ഇല്ല. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഇനി ഈ പെണ്ണിനെ കയറ്റിയിട്ട് എന്നെ എന്തിനു വേണമെങ്കിലും ചെയ്തു. ഞാൻ എന്തിനും അടികൊള്ളാനും തയ്യാറാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് കാണുന്നവരെ ബൈ. ഓഫ് ആക്കണം. Sorry, ഒന്നും കൂടി behind the scene guys. അയ്യോ അഞ്ജലി മോൾ വണ്ടി നോക്കി നിൽക്കുന്ന പൊന്നു.